If moving towards east is a positive integer, then moving towards west is represented by a negative integer. ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് വെസ്റ്റ്. അതുകൊണ്ടാണ് ഈസ്റ്റ് പോസിറ്റീവ് നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ വെസ്റ്റ് നെഗറ്റീവ് ഇൻറ്റിജർ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Distance moved towards east is positive 20 km. Distance moved towards west equal negative 30 km. ഇനി ഫൈനൽ പൊസിഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഫൈനൽ പൊസിഷൻ from A is 10 km towards west. അതായത് negative 10 km. If moving towards east is a positive integer, then moving towards west is represented by a negative integer. ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് വെസ്റ്റ്. അതുകൊണ്ടാണ് ഈസ്റ്റ് പോസിറ്റീവ് നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ വെസ്റ്റ് നെഗറ്റീവ് ഇൻറ്റിജർ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Distance moved towards east is positive 20 km. Distance moved towards west equal negative 30 km. ഇനി ഫൈനൽ പൊസിഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഫൈനൽ പൊസിഷൻ from A is 10 km towards west. അതായത് negative 10 km. In a magic square, each row, column and diagonal have the same sum. Check which of the following is a magic square. ഇവിടെ നമുക്ക് രണ്ട് മാജിക് സ്ക്വയർ തന്നിട്ടുണ്ട്. ഇതിലെ ഏതാണ് കറക്റ്റ്? ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഇത് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സം ഓഫ് ഫസ്റ്റ് റോ കണ്ടുപിടിക്കണം, സം ഓഫ് സെക്കൻഡ് റോ കണ്ടുപിടിക്കണം, സം ഓഫ് തേർഡ് റോ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ കോളം കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഒരു ഡയഗണൽ വൈസ് 3 നമ്പേഴ്സും കൂടി സം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 2 ഡയഗണൽ വൈസ് നമ്പേഴ്സും ഉണ്ട്. 3 റോസിന്റെ സം കണ്ടുപിടിക്കാനുണ്ട്. അതുപോലെ തന്നെ 3 കോളംസിന്റെ സം കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തേലെ സം ഓഫ് ഫസ്റ്റ് റോ. ഫസ്റ്റ് റോ ഇങ്ങനെയാണ്. അപ്പോൾ 5 പ്ലസ് -1 പ്ലസ് -4. ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. നെഗറ്റീവ് നമ്പേഴ്സ് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ തന്നെ ഇടാം. അപ്പോൾ 5 പ്ലസ് -5 ഈക്വൽ 0. അതായത് സം ഓഫ് ഫസ്റ്റ് റോ നമ്പേഴ്സ് ഈക്വൽ 0. അടുത്തത് സെക്കൻഡ് റോയുടെ സം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അവിടെയുള്ള നമ്പേഴ്സ് -5 പ്ലസ് -2 പ്ലസ് 7. ഇവിടെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ -7 പ്ലസ് പോസിറ്റീവ് നമ്പർ 7. -7 പ്ലസ് 7 ഈക്വൽ 0. സം ഓഫ് തേർഡ് റോ ഈക്വൽസ് 0 പ്ലസ് 3 പ്ലസ് -3. ഇതും ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സം 0 ആണ് കിട്ടുന്നത്. ഇനി ഇതുപോലെ നമ്മൾ കോളം വൈസും ചെക്ക് ചെയ്യണം. സം ഓഫ് ഫസ്റ്റ് കോളം, സം ഓഫ് സെക്കൻഡ് കോളം, സം ഓഫ് തേർഡ് കോളം. ഇനി ഈ സ്ക്വയറിലെ കോളം വൈസ് നമ്പേഴ്സിന്റെ സം ആണ് അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ സം ഓഫ് നമ്പേഴ്സ് ഓഫ് ഫസ്റ്റ് കോളം, കോളം ഇങ്ങനെയാണ്. അതായത് 5 പ്ലസ് -5 പ്ലസ് 0. 5 പ്ലസ് -5 0 ആണ്. അപ്പോൾ നമ്മുടെ സം ഓഫ് ഫസ്റ്റ് കോളം ഈസ് 0. അതുപോലെ തന്നെ സെക്കൻഡ് കോളം എടുക്കുക. അതിലെ ടേംസ് -1 പ്ലസ് -2 പ്ലസ് 3. ഇതിന്റെ എല്ലാത്തിനും കൂടി സം രണ്ട് നെഗറ്റീവ് നമ്പേഴ്സും ഒരു പോസിറ്റീവ് നമ്പർ ആണ്. നെഗറ്റീവ് നമ്പർ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ -3, -3 പ്ലസ് 3 ഈക്വൽ 0. തേർഡ് കോളം നമ്പേഴ്സ് -4 പ്ലസ് 7 പ്ലസ് -3. -4ഉം -3ഉം ആഡ് ചെയ്യുമ്പോൾ -7. -7 പ്ലസ് 7 ഈക്വൽ 0.
അപ്പോൾ കോളം വൈസ് എല്ലാത്തിൻ്റെയും സം 0 ആണ്. ഇനി നമുക്ക് ഡയഗണൽ വൈസ് ഈ നമ്പേഴ്സ് സം കണ്ടുപിടിക്കണം. ഇനി ഈ സ്ക്വയറിലെ ഡയഗണൽ വൈസ് ഉള്ള നമ്പേഴ്സിന്റെ സമ്മ് എത്രയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഡയഗണൽ ഇതാണ് ഡയഗണൽ വൈസ്. അതിലെ നമ്പേഴ്സ് 5 പ്ലസ് -2 പ്ലസ് -3. ഇവിടെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, അത് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ -5 ആണ്. 5 പ്ലസ് -5 ഈക്വൽ 0. ഇനി സെക്കൻഡ് ഡയഗണൽ അതിലെ നമ്പേഴ്സ് -4, -2 ആൻഡ് 0. സം കണ്ടുപിടിക്കുമ്പോൾ -4 പ്ലസ് -2 പ്ലസ് 0. നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ -6, 0 കൂടി പ്ലസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല. ആൻസർ -6. അതായത് സെക്കൻഡ് ഡയഗണലിലെ സമ്മ് 0 ആയില്ല, അത് -6 ആണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. Therefore, this square is not a magic square. സെക്കൻഡ് സ്ക്വയർ ഇവിടെ വരച്ചിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ഇതുപോലെ തന്നെ സം ഓഫ് ഫസ്റ്റ് റോ, സം ഓഫ് സെക്കൻഡ്, സം ഓഫ് തേർഡ് റോ, ഈ റോയുടെ ഓരോന്നിനെയും സം കണ്ടുപിടിക്കണം. ഫസ്റ്റ് സം വരുന്നത് 1 പ്ലസ് -10 പ്ലസ് 0. ഇവിടെ ഒരു പോസിറ്റീവ് നമ്പർ 1ഉം നെഗറ്റീവ് നമ്പർ -10ഉമാണ്. രണ്ടും കൂടി ആഡ് ചെയ്യുന്നത് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഇടും. ആൻസർ -9. സം ഓഫ് സെക്കൻഡ് റോ -4 പ്ലസ് -3 പ്ലസ് -2. എല്ലാം നെഗറ്റീവ് നമ്പേഴ്സ് ആവുമ്പോൾ നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അതേ സൈൻ ഇട്ടാൽ മതി. അപ്പോൾ -9. സം ഓഫ് തേർഡ് റോ -6 പ്ലസ് 4 പ്ലസ് -7. ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്. രണ്ട് നെഗറ്റീവ് നമ്പർ ഉണ്ട്. -6 പ്ലസ് -7 ഈക്വൽ -13 പ്ലസ് 4. വീണ്ടും നെഗറ്റീവും പോസിറ്റീവും വന്നു, സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ. ആൻസർ -9. സം ഓഫ് ഈച്ച് റോ ഈക്വൽസ് സെയിം, ദാറ്റ് ഈസ് ഈക്വൽ ടു -9. ഇനി കോളം വൈസ് ഇതുപോലെ സമ്മ് നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി ഈ സ്ക്വയറിലെ കോളം വൈസ് നമുക്ക് ചെക്ക് ചെയ്യണം, സമ്മ് എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് കോളം ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് കോളത്തിന്റെ സം 1 പ്ലസ് -4 പ്ലസ് -6. ഇവിടെ നമുക്ക് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, ഒരു പോസിറ്റീവ് നമ്പർ ഉണ്ട്. അപ്പോൾ 1 പ്ലസ് -10 ഈസ് ഈക്വൽ ടു -9. സെക്കൻഡ് കോളം സം ഓഫ് നമ്പേഴ്സ് ഓഫ് ദ സെക്കൻഡ് കോളം. സെക്കൻഡ് കോളത്തിലെ നമ്പേഴ്സ് -10 പ്ലസ് -3 പ്ലസ് 4. ഇവിടെ നമുക്ക് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, -10 പ്ലസ് -3, -13 പ്ലസ് 4. നെഗറ്റീവും പോസിറ്റീവും വന്നാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ. ആൻസർ -9. തേർഡ് കോളത്തിലെ നമ്പേഴ്സ് 0 പ്ലസ് -2 പ്ലസ് -7. ഇവിടെ നമുക്ക് 0 ആണുള്ളത്, പിന്നെ അടുത്തത് രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. ഈ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -9 കിട്ടും. 0 പ്ലസ് -9 ഈസ് ഈക്വൽ ടു -9. അതായത് ഓരോ കോളത്തിന്റെയും സം -9 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി മാജിക് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡയഗണൽ വൈസ് സമ്മും കൂടി നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഡയഗണൽ വൈസ് സമ്മ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഡയഗണൽ അതിലെ നമ്പേഴ്സ് 1, -3 and -7. Sum of first diagonal numbers equals 1 plus -3 plus -7 equal -9. ഇവിടെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, ഒരു 1 ഒരു പോസിറ്റീവ് നമ്പർ ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -9 കിട്ടും. ഇനി സെക്കൻഡ് ഡയഗണൽ വൈസ് എന്ന് പറയുമ്പോൾ 0, -3, -6. Sum of these three numbers equals 0 plus -3 plus -6 equal -9. അതായത് ഈ സ്ക്വയറിന്റെ എല്ലാ റോസിന്റെയും സമ്മ് -9 ആണ്, എല്ലാ കോളത്തിന്റെയും സം -9 ആണ്, രണ്ട് ഡയഗണൽസിന്റെ സമ്മും -9 ആണ്. അതുകൊണ്ട് ഈ സ്ക്വയർ ആണ് നമ്മുടെ മാജിക് സ്ക്വയർ.